അമേരിക്കയുടെ എക്കാലത്തെയും തലവേദനകളിൽ ഒന്നായിരുന്നു ഇന്ത്യ USSR ബന്ധം അല്ലെങ്കിൽ ഇന്ത്യ റഷ്യ ബന്ധം. ഇത് തകർക്കാൻ അമേരിക്ക പഠിച്ച പണി 18 നോക്കിയിട്ടുണ്ട്. എന്നിട്ടും ഇതിന് അവർക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം ഇതിനെന്തായിരിക്കും അമേരിക്കയ്ക്ക് ഈ ഒരു ബന്ധം ഇത്രയേറെ പ്രശ്നമുണ്ടാക്കുന്നത്? കാരണം കിഴക്കിലെ അനിഷേധ്യമായിട്ടുള്ള ഒരു സൂപ്പർ പവറാണ് റഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ റഷ്യ വളർന്നു വരുന്ന ഒരു ശക്തിയായിട്ടുള്ള ഇന്ത്യയോടൊപ്പം സഖ്യം ചേരുന്നത് അമേരിക്കയ്ക്ക് ഒട്ടും തന്നെ ഭൂഷണമല്ല. അപ്പോൾ ഒടുവിൽ ഇന്ത്യ റഷ്യ ബന്ധം തകർക്കാനായിട്ട് ട്രംപ് ഭരണകൂടത്തിന്റെ കീഴിലുള്ള അമേരിക്കയ്ക്ക് കിട്ടിയ ഒരു തുറുപ്പ് ചീട്ടാണ് ഈ തീരുവ യുദ്ധം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എന്താ പറയുക, യുക്രൈനുമായിട്ടുള്ള ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ട റഷ്യയെ അമേരിക്കയും മറ്റു പാശ്ചാത്യ ശക്തികളും കൂടി ഉപരോധങ്ങൾ കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്ന സമയത്ത് റഷ്യക്ക് താങ്ങായത് ഇന്ത്യയും ചൈനയുമാണ്. ചൈന പോലും ഒരുപക്ഷെ ആദ്യമൊക്കെ മടിച്ചു നിന്നപ്പോൾ ലോകത്തിനെ ഞെട്ടിച്ചുകൊണ്ട് അമേരിക്കയുടെ വാക്കിന് പുല്ലുവില നൽകിക്കൊണ്ട് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ തുടർന്നുകൊണ്ടേയിരുന്നു. മാത്രമല്ല ക്രമേണ അതിന്റെ തോതിൽ വർധനവും ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ഇപ്പോൾ റഷ്യ പുറത്തുവിട്ടിരിക്കുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം US-ന്റെ താരിഫ് സമ്മർദ്ദങ്ങൾക്കിടയിലും റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി വർദ്ധിച്ചിട്ടേ ഉള്ളൂ എന്നുള്ള ചില സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ വാർത്ത ട്രംപിന്റെ നെഞ്ചത്ത് കൊള്ളിയാൻ പോലെ പതിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം കഴിഞ്ഞ മാസം മോസ്കോയിൽ നിന്നുള്ള ഊർജ വാങ്ങലുകൾ നിർത്തുമെന്ന് മോദി ട്രംപിന് വാക്ക് കൊടുത്തത്രേ. അത്തരത്തിലുള്ള പ്രസ്താവനകളുമായിട്ട് ട്രംപ് കഴിഞ്ഞ മാസം വന്ന് നമ്മളെല്ലാം കണ്ടതാണ്. അപ്പൊ ഇതിന് തൊട്ട് പിന്നാലെ തന്നെ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഇതിന് തക്കതായ മറുപടി നൽകിയിരുന്നു. ഇരു നേതാക്കളും തമ്മിൽ യാതൊരു ഫോൺ സംഭാഷണങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ട്രംപ് തന്റെ പ്രസ്താവനകൾ തുടർന്നു കൊണ്ടേയിരുന്നു. ഈ ട്രംപിന് ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരു വിടുവായത്തരമുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം തന്റെ പ്രസ്താവനകൾ തുടർന്നുകൊണ്ടേയിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഈ സാഹചര്യത്തിലാണ് റഷ്യൻ ഊർജ കമ്പനികളായിട്ടുള്ള കെപ്ലാറും OIL-Xും റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ അസംസ്കൃത എണ്ണ ഇറക്കുമതി മുൻ മാസത്തെ അപേക്ഷിച്ച് ഒക്ടോബറിൽ വർദ്ധിച്ചതിന്റെ കണക്കുകൾ സഹിതം പുറത്തുവിട്ടുകൊണ്ട് അമേരിക്കയ്ക്ക് മറുപടി നൽകിയിരിക്കുന്നത്. വാഷിംഗ്ടണിൽ നിന്നുള്ള നിരന്തരമായ സമ്മർദ്ദത്തിനിടയിലാണ് മോദി സർക്കാരിന്റെ ചങ്കൂറ്റവും നിശ്ചയദാർഢ്യവും വെളിപ്പെടുത്തുന്ന ഷിപ്പ് ട്രാക്ക് ഡാറ്റ ഈ റഷ്യൻ കമ്പനികൾ പുറത്തുവിടുന്നത്. ഇത് ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഉപയോഗം കഴിഞ്ഞ മാസത്തിലെ 1.44 ദശലക്ഷം ബാരലിൽ നിന്ന് ഒക്ടോബറിൽ 1.48 ദശലക്ഷം ബാരലായിട്ട് വർദ്ധിച്ചു എന്നുള്ളതിന്റെ തെളിവുകളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ കെപ്ലാറുടെ ഡാറ്റ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ട്രംപിന് ഇതൊന്നും കണ്ടിട്ട് ഇരിക്കപ്രതി ഉണ്ടാകാൻ യാതൊരു തരവും ഉണ്ടായിരിക്കില്ല. എന്തായാലും ഇന്ത്യയെ നിലയ്ക്ക് നിർത്താൻ വേണ്ടിയാണ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് മേൽ 50% ഇറക്കുമതി തീരുവ പ്രഖ്യാപിച്ചത്. അതിൽ 25% റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനുള്ള പിഴയായിരുന്നു. എന്നിട്ടും ട്രംപിന്റെ ഇംഗിതങ്ങൾക്ക് വഴങ്ങാതെ റഷ്യൻ എണ്ണ വാങ്ങൽ നിരന്തരമായി തുടർന്നുകൊണ്ടേയിരുന്ന ഇന്ത്യയെ കണ്ടിട്ട് ട്രംപ് അതീവ നിരാശനായിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ പ്രധാന റിഫൈനർ റഷ്യൻ എണ്ണ ഉപഭോഗം പുനരാരംഭിച്ചിട്ടുണ്ട്. ഡിസംബറിലെ ആവശ്യങ്ങൾക്കായിട്ട് ഉപരോധം ഏർപ്പെടുത്താത്ത സ്ഥാപനങ്ങളിൽ നിന്ന് 5 കാർഗോകളാണ് ഇന്ത്യയുടെ കിഴക്കൻ തീരങ്ങളിൽ വന്നു ചേർന്നിരിക്കുന്നത്. ഏറ്റവും വലിയ റിഫൈനർ ആയിട്ടുള്ള ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ കിഴക്കൻ ഇന്ത്യയിലെ ഒരു തുറമുഖത്ത് എത്തിക്കുന്നതിനായി ദുബായ് വിലയ്ക്ക് സമമായി ഏകദേശം 3.5 ദശലക്ഷം ബാരൽ അസംസ്കൃത എണ്ണ ഇതിനോടൊപ്പം തന്നെ വാങ്ങി എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. എന്തു തന്നെ ആയാലും ദുബായിലേക്ക് കൊണ്ടുപോകുന്നതിനായി ഇന്ത്യൻ തുറമുഖങ്ങളിലേക്ക് റഷ്യൻ എണ്ണ ബാരലിൽ $2 മുതൽ $3 വരെ കിഴിവിൽ സ്പോട്ട് മാർക്കറ്റിൽ എപ്പോഴും ലഭ്യമായിരിക്കുമെന്ന് IOC ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ മാർക്കറ്റിംഗ് ധനകാര്യ മേധാവിയായിട്ടുള്ള അനുജ് ജെയിൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഞങ്ങൾ ഒരിക്കലും റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് നിർത്തിയിട്ടില്ല. ഒക്ടോബർ, നവംബർ, ഡിസംബർ ഒക്കെ വേണ്ടി ഞങ്ങൾ വാങ്ങുന്നുണ്ട്. ഞങ്ങളുടെ ഇൻവെന്ററി ലെവലുകൾ ഉയർന്നതിനാൽ വാങ്ങലിന് കുറച്ച് ഇടിവുണ്ടായി എന്നുള്ള കാര്യം സത്യമാണ്. പക്ഷെ അതുകൊണ്ട് ഇൻവെന്ററി ലെവലുകൾ ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടി എടുത്ത താമസം മാത്രമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് മറ്റു പലരും പറയുന്നത് പോലെ വാങ്ങലിൽ കുറച്ച് ഇടിവുണ്ടായി, അത് ട്രംപിനെ പേടിച്ചാണ്. അത്തരം ചില ദുഷ്പ്രചരണങ്ങൾക്ക് ഒരു മറുപടി കൂടിയാണ് ഇദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന. എന്തായാലും ട്രംപിന്റെ വാക്കിന് പുല്ലുവിലയാണ് ഇന്ത്യ നൽകുന്നത്. നരേന്ദ്രമോദിയും പുടിനും പറയാതെ പറയുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രേഖാമൂലം ഞങ്ങൾ ഇത്ര എണ്ണ അവർക്ക് കൊടുക്കുന്നുണ്ട്, ഞങ്ങൾ ഇത്ര എണ്ണ അവരിൽ നിന്ന് വാങ്ങുന്നുണ്ട്, നിനക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്ത് കാണിക്കുക എന്ന് ഇന്ത്യയും റഷ്യയും കൂടെ ഒരുമിച്ച് അമേരിക്കയെ വെല്ലുവിളിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.